പ്രിയപ്പെട്ട കുട്ടികളെ, പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന 8 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. ട്രയൽ ബാലൻസ് ആണ് തന്നിരിക്കുന്നത്. നേരത്തെ പരിചയപ്പെട്ടതിന് വ്യത്യസ്തമായ രീതിയിലുള്ള ട്രയൽ ബാലൻസ് ആണ്. മിക്കവാറും നമ്മുടെ ക്വസ്റ്റ്യൻസിൽ ഈ ഫോർമാറ്റിലുള്ള ട്രയൽ ബാലൻസ് ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അക്കൗണ്ട് ടൈറ്റിൽ അല്ലെങ്കിൽ പെർട്ടിക്കുലേഴ്സ് എന്ന് പറഞ്ഞു തരും. പിന്നെ ഡെബിറ്റ് എമൗണ്ട് കോളും ക്രെഡിറ്റ് എമൗണ്ട് കോളും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം എല്ലാ ഐറ്റവും ഒന്ന് വായിച്ചു പോവാം. അതിലെ ഡെബിറ്റ് കോളത്തിലുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. ഒന്നുകിൽ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലായിരിക്കും, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലായിരിക്കും, അതല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലായിരിക്കും. ഇങ്ങനെ ഓരോ ഐറ്റവും വരാൻ ലൊക്കേഷൻ, അതായത് ഓരോ ഐറ്റത്തിൻ്റെയും ലൊക്കേഷൻ നമ്മൾ പരിചയപ്പെട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. വേജസ് ഉണ്ട്, കാരേജ് ഇൻവേർഡ്സ് ഉണ്ട്, കാരേജ് ഔട്ട്വേർഡ്സ് ഉണ്ട്. അപ്പോൾ ഈ 2 ഐറ്റവും കാരേജ് ഇൻവേർഡ്സും കാരേജ് ഔട്ട്വേർഡ്സും സാധാരണ എല്ലാവരും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരൈറ്റമാണ്. രണ്ടും എക്സ്പെൻസ് ആണ്. കാരേജ് ഇൻവേർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പർച്ചേസിന് മുകളിൽ കൊടുക്കുന്നു, കാരേജ് ഔട്ട്വേർഡ്സ് എന്ന് പറയുമ്പോൾ സെയിൽസിന് കൊടുക്കുന്നു. എനിവേ ഇത് രണ്ടും എക്സ്പെൻഡിച്ചറാണ്. അതിൽ കാരേജ് ഇൻവേർഡ്സ് പർച്ചേസിൻ്റെ മുകളിലായതുകൊണ്ട് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് സാധാരണ എടുക്കുന്നത്. കാരേജ് ഔട്ട്വേർഡ്സ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും. ഇനി കാരേജ് ഇൻവേർഡ്സ് ഔട്ട്വേർഡ്സ് ഒന്നുമില്ല, ജസ്റ്റ് കാരേജ് എന്നാണ് തന്നതെങ്കിലും നമ്മൾ അതിനെ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് ഐറ്റം ഒന്ന് വായിച്ചു പോവാം. ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. സാലറി പെയ്ഡ് ഓൺലി അപ് ടു ജാനുവരി 2017. അപ്പോൾ ജാനുവരി വരെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഫെബ്രുവരി മാർച്ചും കൊടുക്കാൻ ബാക്കിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന സാലറി എന്ന് പറയുന്നത് 10,000. ഇത് 10 മാസത്തേക്കാണ് കൊടുത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും 10,000 ഡിവൈഡഡ് ബൈ 10, ഒരു മാസ സാലറി എന്ന് പറയുന്നത് 1000 ആണ്. അപ്പോൾ 2000 രൂപയും കൂടി അവിടെ കൊടുക്കണം. പിന്നെ ക്രിയേറ്റ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ, ബിൽഡിംഗ് ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് പർച്ചേസസ് തന്നു, അതിന് ലെസ് റിട്ടേൺസ് ഉണ്ട്, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നതാണ്. വേജസ് എഴുതി, കാരേജ് ഇൻവേർഡ്സും എഴുതി. പിന്നെ സെയിൽസ് തന്നിട്ടുണ്ട്, സെയിൽസ് റിട്ടേണും തന്നിട്ടുണ്ട്. അത് നമ്മൾ സെയിൽസ് റിട്ടേൺ ലെസ് ചെയ്തു, എമൗണ്ട് എഴുതി. ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്കും എഴുതി കഴിഞ്ഞു. ബാലൻസിങ് ഫിഗറായിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഗ്രോസ് പ്രോഫിറ്റ്. അതാണ് G/P എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോർമലി നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻസിൽ സാധാരണ രീതിയിൽ ഒരു ഗ്രോസ് പ്രോഫിറ്റ് വരും. ആ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ എഴുതി. ആ ഗ്രോസ് പ്രോഫിറ്റ് തന്നെ ക്രെഡിറ്റ് സൈഡിലേക്ക് ബൈ ഗ്രോസ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ഫ്രം ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് എഴുതി. ജസ്റ്റ് സിംപ്ലി ഗ്രോസ് പ്രോഫിറ്റ് B/D എന്ന് എഴുതിയാലും മതി. ഓക്കെ, പിന്നെ 2 ഐറ്റം റവന്യൂ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത്. കമ്മീഷനും റെൻറ്റും അതെഴുതി. ബാക്കി എല്ലാ എക്സ്പെൻഡിച്ചേഴ്സും നമ്മൾ എഴുതി. കാരേജ് എഴുതി. സാലറീസ് നേരത്തെ അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ വായിച്ചു. 10,000 ആണ് പെയ്ഡ്, 2 മാസത്തെ കൊടുക്കാനുണ്ട്. അത് നമ്മൾ ആഡ് ചെയ്തു. ദെൻ ആഡ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് എഴുതി. അങ്ങനെ ചെയ്തു. ജനറൽ എക്സ്പെൻസ് അങ്ങനെ അതേപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ്. ഇൻഷുറൻസ് ലെസ് പ്രീപെയ്ഡ്, അതായത് നമ്മൾ അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് വേണ്ടി നമ്മൾ ഇപ്പോഴേ കൊടുത്തു, അത് നമ്മൾ ലെസ് ചെയ്യണം. പിന്നെ ബാഡ് ഡെറ്റ് ആണ്. ബാഡ് ഡെറ്റ് ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്നത് 2000. പ്രൊവിഷൻ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തു, ആ പ്രൊവിഷനും കൂടി ആഡ് ചെയ്തു. ആഡ് പ്രൊവിഷൻ. ദെൻ ഡിപ്രീസിയേഷൻ 2 അസറ്റിൻ്റെ മുകളാണ് ഡിപ്രീസിയേഷൻ. അത് രണ്ടും വേറെ ഇവിടെ എഴുതി. രണ്ടും കൂടി കൂട്ടി എമൗണ്ട് കോളത്തിലേക്കും എഴുതി. പിന്നെ ക്രെഡിറ്റ് സൈഡ് എമൗണ്ട് ആണ് കൂടുതലുള്ളത്. അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ ആദ്യം ടോട്ടൽ ചെയ്തു. ആ ടോട്ടൽ നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് എഴുതി ബാലൻസ് കണ്ടുപിടിച്ചു. അതാണ് നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ. ഇനി ബാലൻസ് ഷീറ്റ് നോക്കാം. ബാലൻസ് ഷീറ്റിലെ അസറ്റുകൾ സാധാരണ നമ്മൾ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി ആണ്. ആദ്യം ക്യാഷ് ഇൻ ഹാൻഡ്, പിന്നെ ക്യാഷ് അറ്റ് ബാങ്ക്, ആ രീതിയിലാണ് നമ്മൾ എഴുതി പോകുന്നത്. ക്യാഷ് ഇൻ ഹാൻഡ് എഴുതി. പിന്നെ പ്രീപെയ്ഡ് ഇൻഷുറൻസ്, നമ്മൾ നേരത്തെ അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് വേണ്ടി കൊടുത്ത ഇൻഷുറൻസ് നമ്മൾ ഇവിടെ അസറ്റ് സൈഡിൽ എഴുതി. ക്ലോസിംഗ് സ്റ്റോക്ക്. പിന്നെ ഡെറ്റേഴ്സിൽ നിന്ന് നമ്മൾ ഈ വർഷം പുതുതായി ക്രിയേറ്റ് ചെയ്ത പ്രൊവിഷൻ നമ്മൾ ലെസ് ചെയ്തു. അങ്ങനെയാണ് എഴുതേണ്ടത്. പിന്നെ ബിൽഡിങ്ങും അതിൻ്റെ മുകളിൽ ഡിപ്രീസിയേഷൻ ലെസ് ചെയ്തു. ഫർണിച്ചർ അതിൻ്റെ ഡിപ്രീസിയേഷൻ ലെസ് ചെയ്തു. ഇങ്ങനെയുള്ള എമൗണ്ടാണ് എമൗണ്ട് കോളത്തിൽ എഴുതുന്നത്. പിന്നെ ലയബിലിറ്റി സൈഡിൽ എഴുതേണ്ട ഐറ്റംസൊക്കെ നമ്മൾ ക്രെഡിറ്റ് കോളം നോക്കിയിട്ട് ട്രയൽ ബാലൻസിൻ്റെ ക്രെഡിറ്റ് കോളം നോക്കി എഴുതി. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എഴുതി. സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽ പേയബിൾ, ക്യാപിറ്റൽ. ഇവിടെ സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടോ, നേരത്തെ നമ്മൾ പറഞ്ഞു അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സംഗതികളും 2 ലൊക്കേഷനിൽ വരും. ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറയുന്നൊരു ഐറ്റം
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വന്നു. അതേപോലെ തന്നെ അതൊരു ലയബിലിറ്റിയാണ്. അടുത്ത ഈ വർഷം കൊടുക്കേണ്ടത് നമ്മൾ കൊടുത്തിട്ടില്ല, അതൊരു ലയബിലിറ്റിയാണ്. അത് ബാലൻസ് ഷീറ്റിലും എഴുതി. അങ്ങനെ അതിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്തതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഡ്രോയിങ്സ് ലെസ് ചെയ്യാനുണ്ട്. ഓക്കെ, ഈ ഡ്രോയിങ്സിൽ മാത്രമാണ് ചെറിയൊരു വ്യത്യാസം നമ്മൾ പറഞ്ഞാൽ നമുക്ക് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഈ ഡ്രോയിങ്സ് നോക്കൂ, തന്നിരിക്കുന്നത് ഡെബിറ്റ് കോളത്തിലാണ് ഡ്രോയിങ്സ് ഉണ്ടാവുക. ബാക്കി എല്ലാ കാര്യങ്ങളും, അതായത് ഒന്നെങ്കിൽ എക്സ്പെൻസിൽ, അതായത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ, അല്ലെങ്കിൽ അസറ്റ് സൈഡിലാണ്. പക്ഷേ ഈ ഡ്രോയിങ്സ് ഇവിടെ ഡെബിറ്റ് കോളത്തിലാണെങ്കിലും വരുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ്. പക്ഷേ അതെങ്ങനെയാണ് ലെസ് ചെയ്യാണ്, ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ ഈ ഡ്രോയിങ്സിൻ്റെ ഒരൊറ്റ പോയിന്റ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, ഇത്രയാണ് ഇതിൽ എഴുതേണ്ട രീതിയും ഫോർമാറ്റും ഒക്കെ. ഓക്കെ.